ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് വന്ദന. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അതിനകത്തു നിന്നുള്ള കുറച്ച് MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം CSEB ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നവംബർ 11 ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പോവാം. നിങ്ങൾക്കറിയാം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ടച്ച് ചെയ്യാനോ കാണാനോ ഒന്നും സാധിക്കാത്ത ഒരു കമ്പോണൻ്റ് ആണ് അല്ലേ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിസിക്കൽ കമ്പോണൻറ്റുകളാണ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഇനി ഈ സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് കമ്പ്യൂട്ടറിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർസിൻ്റെ കാറ്റഗറീസ് പഠിച്ചു തന്നെ പോവുക. പ്രധാനമായിട്ടും എത്രയുണ്ട്, 3 കാറ്റഗറീസ് ആണ് വരുന്നത് അല്ലേ. പ്രധാനമായിട്ടും നമുക്ക് 3 കാറ്റഗറീസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഏതാണ്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ് അല്ലേ. സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്താണ്, യൂട്ടിലിറ്റി ആണ് വരുന്നത് അല്ലേ. യൂട്ടിലിറ്റിയാണ് വരുന്നത്. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറി ഉണ്ടെന്നും ഇതിൻ്റെ എല്ലാം എക്സാമ്പിളുകളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും എക്സാമുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതലായിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ പർപ്പസും പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്താണ്, നമ്മളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റം നമ്മളുടെ അതിൻ്റെ കമ്പോണൻറ്റുകളെയൊക്കെ ലോഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് അല്ലേ. ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആയിട്ട് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഏതാ പഠിക്കുന്നത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയും. എന്താണ്, ട്രാൻസ്ലേറ്റേഴ്സ് പഠിക്കുക. ഇവിടെ നിന്ന് തന്നെ പഠിക്കുക. ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് അല്ലേ. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് പറയാം. ഇനി പിന്നെ വരുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം സിസ്റ്റം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് വേണം, സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഹാർഡ്വെയർ കമ്പോണൻറ്റുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ കറണ്ട് പെർഫോമൻസിനെ എന്ത് ചെയ്യിപ്പിക്കുകയാണ്, ബൂസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യുന്നു, ഒപ്റ്റിമൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ട് മെയിൻ്റനൻസ്, സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഇല്ലേ, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് വരും. പിന്നെ ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റേഴ്സ് വരുന്നുണ്ട്. സിപ്പ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യില്ലേ, ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിനകത്ത് വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ആ പേര് തന്നെ പഠിക്കുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഈ ഒരു കാറ്റഗറിയാണ് നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ എല്ലാം എക്സാമ്പിളുകളും പഠിച്ചു പോകണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ഒന്ന് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് നോക്കാം. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്നോടൊപ്പം തന്നെ നിങ്ങളും ചെയ്ത് ആൻസർ പറയണം കേട്ടോ. ദേ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മൾ പറഞ്ഞു എന്താ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളത്. ഓപ്ഷൻസിൽ എന്താ വരുന്നത്, വിൻഡോസ് 10 ഉണ്ട്, ലിനക്സ് ഉണ്ട്, MS വേർഡ് ഉണ്ട്, ഡിവൈസ് ഡ്രൈവർ ഉണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില സോഫ്റ്റ്വെയർസ് ആണ്. ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ് ലിനക്സും വിൻഡോസ് 10 എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പം നമ്മളുടെ എക്സ്റ്റേണൽ പെരിഫറൽ ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചില ഡ്രൈവർ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതൊക്കെയാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണവും എന്താണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിനകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് ഇവർ രണ്ടുപേരും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്, MS വേർഡ് ആണ് വരുന്നത്. MS വേർഡ് എന്തല്ല, ഒരു
സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, പകരം ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളത് പഠിക്കുക. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് MS വേർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം പഠിച്ചല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഹെൽപ്സ് ഇൻ മാനേജിങ് ആൻഡ് കൺട്രോളിങ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? ആപ്ലിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് ഫേംവെയർ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും അതേപോലെ തന്നെ ഇന്റേണൽ ഫങ്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് വേണം? നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ അവിടെ ഉറപ്പായിട്ടും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. എ സോഫ്റ്റ്വെയർ ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇവിടുന്ന് തന്നെ ആൻസർ പഠിക്കുക. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ അത് വേറെ കാറ്റഗറിയാണ് അല്ലേ. പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് അല്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സോഫ്റ്റ്വെയർസും രണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന നിങ്ങൾ ഈ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും എന്താണ് ജോലി അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തരും ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിളുകൾ കാറ്റഗറി പഠിക്കുക, പിന്നെ ഓരോ കാറ്റഗറിയിലും വരുന്ന എന്താണ് യൂസേജ് പഠിക്കുക, പിന്നെ അതിൻ്റെയൊക്കെ എക്സാമ്പിളും കൂടെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെയും ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലെവൽ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ? ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഇവിടെ ട്രാൻസ്ലേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ. എന്താണ്? ട്രാൻസ്ലേഷൻ ആണ്. ഒരു ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ഞാൻ പറഞ്ഞില്ലേ, സിസ്റ്റം സോഫ്റ്റ്വെയർസിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കിക്കേ. കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ, എമുലേറ്റർ. ഇത്രയുമാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ഈ 3 ഉണ്ടല്ലോ, നമ്മളെ ഓപ്ഷൻ ബി, എ, ബി, സി, ഇത് 3 എന്തിന് എക്സാമ്പിൾ ആണ്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ് അല്ലേ. അതിന് നമ്മൾ എന്തും വിളിക്കും? ബൈനറി എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലെവൽ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഹൈ ലെവൽ ലാംഗ്വേജിൽ ആയിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് എങ്ങനെ മനസ്സിലാവുള്ളൂ? 0s and 1s ആയിട്ട് മാത്രം അല്ലെങ്കിൽ ബൈനറി ആയിട്ട് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ആൾക്ക് മനസ്സിലാവണത്, കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റൊരു ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന സോഫ്റ്റ്വെയർസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈലറും ഇന്റർപ്രറ്ററും അസംബ്ലറും ഉണ്ട്. ഇതിനകത്ത് കമ്പൈലറും നമ്മളുടെ ഇന്റർപ്രറ്ററും ചെയ്യുന്നത് എന്താണ്? ഹൈ ലെവലിനെ മെഷീൻ ലെവലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ഹൈ ലെവലിനെ മെഷീൻ ലെവലിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അവിടെ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ എല്ലാം കൂടെ ഒറ്റ തവണയായിട്ട് എന്ത് ചെയ്യുന്നു? മെഷീൻ ലെവലിലേക്ക് മാറ്റുന്നത് കമ്പൈലർ ആയിരിക്കും. ഓക്കെ, അവിടെ നിന്ന് ആ ഒരു പോയിന്റ് പഠിക്കുക. ഒറ്റ തവണ വൺസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഇൻസ്ട്രക്ഷനെ എല്ലാം കൂടി എക്സിക്യൂട്ട് ചെയ്ത് ഒറ്റ തവണ കൊണ്ട് മെഷീൻ ലെവലിലേക്ക് മാറ്റുന്നവരാണ് കമ്പൈലേഴ്സ് എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം ഒരു ഇൻസ്ട്രക്ഷനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ ഇന്റർപ്രറ്റർ പഠിക്കുമ്പോഴാണ് എന്ത് പഠിക്കേണ്ടത്? ലൈൻ ബൈ ലൈൻ അല്ലെങ്കിൽ അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് ആര്? ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ടത് എന്താണ്? നമ്മളുടെ എൻറ്റയർ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു? ഇയാൾ ഒരുമിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതേസമയം ഇന്റർപ്രറ്റർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ലൈൻ ബൈ ലൈൻ ഒരു സമയം ഒരു ഇൻസ്ട്രക്ഷനെ മാത്രമേ കൺവേർട്ട് ചെയ്യുള്ളൂ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂസിങ് ആവുന്ന ഒരു ഏരിയ കൂടിയാണ് ഇതെന്ന് പറയുന്നത്.
ഓക്കെ, പിന്നെ വരുന്നത് അസംബ്ലർ ആണ്. ആ പേര് തന്നെ പഠിക്കുക. അസംബ്ലർ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഇതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലെവലിലേക്ക് മാറ്റുകയാണ്. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജിനെ ആയിരിക്കും, ഹൈ ലെവലിനെ അല്ല. അസംബ്ലി ലാംഗ്വേജിനെ എന്ത് ചെയ്യുന്നു, മെഷീൻ ലെവലിലേക്ക് മാറ്റുന്നവരാണ് അസംബ്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് ആരായിരിക്കും? ഇന്റർപ്രറ്റർ ആണ് നമുക്ക് ചെയ്തു തരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് എ കമ്പ്യൂട്ടർ ഫ്രം വൈറസസ്? എന്താ പറഞ്ഞേക്കുന്നേ? നമ്മളോട് വൈറസിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫയൽ മാനേജർ, ആന്റി വൈറസ്, ടെക്സ്റ്റ് എഡിറ്റർ, ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. ഓക്കെ, ഇത്രയാണ് ഓപ്ഷൻസിൽ വരുന്നത്. നമുക്കറിയാം ആൻസർ ഏതായിരിക്കും? ആന്റി വൈറസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആന്റി വൈറസ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്ക് ഫ്രാഗ്മെന്റേഴ്സ്, ഓക്കെ, നമ്മൾ പറഞ്ഞ ഫയൽ കംപ്രഷന്, ഇതെല്ലാം എവിടെ വരുന്നതാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ നിന്നാണ് ചോദ്യം വരുന്നത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അഡീഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില സോഫ്റ്റ്വെയർസ് ആണ്. അതിനകത്ത് വരുന്ന ഒരു ആളാണ് ആര്? നമ്മുടെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒന്നെന്ന് പറയുന്നത് നോർട്ടൺ ആണ്. ഓക്കെ, നോർട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇത് മാക്ഫി വരുന്നുണ്ട്. പിന്നെ ഏതാ അവാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഡിഫൻഡർ. ഓക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നമുക്ക് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കാവുന്നതാണ്. പിന്നെ ഡിസ്ക് ഫ്രാഗ്മെൻറ്ററും എന്തിന് എക്സാമ്പിളാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താ ചെയ്യുന്നത്? മെയിൻ്റനൻസ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഫയൽ കംപ്രഷൻ ടൂളുകൾ, ഡീഫ്രാഗ്മെൻറ്റേഴ്സ് ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസിനും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിവൈറസുകളെ കുറിച്ചും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോവുക, എക്സാമ്പിളുകൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത ചോദ്യം, ദ സോഫ്റ്റ്വെയർ ദാറ്റ് സ്റ്റാർട്ട്സ് ഓട്ടോമാറ്റിക്കലി വെൻ യു സ്വിച്ച് ഓൺ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? കമ്പൈലർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഫയൽ മാനേജർ. ഇതാണ് നമുക്ക് ആൻസർ അറിയാം അല്ലേ? അവിടെ ആരായിരിക്കും ആദ്യം ഓൺ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ആദ്യം അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ലോഡ് ചെയ്ത് വരുന്നത്. ലോഡ് ചെയ്തുകൊണ്ട് വരുന്നത് ബയോസ് ആണ് കേട്ടോ. ബയോസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫേം വെയർ നമ്മൾ പഠിക്കത്തില്ലേ? ഫേം വെയറുകളാണ് എന്ത് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സിസ്റ്റത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ റിലേറ്റഡ് കമ്പോണൻറ്റുകളൊക്കെ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആര് പറയാം? ഫേം വെയർ ആണെന്ന് പറയുക. ബയോസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും ഹാർഡ്വെയർ കമ്പോണൻറ്റുകളെയും ഒക്കെ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ? ബൂട്ടിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പ്രോസസ്സൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫേം വെയർ ആണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചത് ആരാണ്? ബയോസ് ആണ് വരുന്നത്. ഓക്കെ, ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്നും ആൻസർ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? എന്താണ് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പഠിച്ചാൽ മതി. അതായത് നമുക്കിത് എന്തായിരിക്കും, ഏതൊരു യൂസറിനും പബ്ലിക്ലി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സോഫ്റ്റ്വെയർസിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അല്ലെങ്കിൽ നമുക്കതിന് പ്രത്യേകിച്ച് പ്രീമിയം വേർഷൻ ഒന്നും എടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുത്തത് പർച്ചേസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പബ്ലിക്ലി ഇത് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് അഡോബ് ഫോട്ടോഷോപ്പ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, കോറൽ ഡ്രോ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നിന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണ്? ലിനക്സ് ആണ് വരുന്നത്. ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ? അത് നമുക്ക് എന്തായിരിക്കും, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ കോറൽ ഡ്രോ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അഡോബ് ആയാലും മൈക്രോസോഫ്റ്റ് വേർഡ് ആയാലും കോറൽ ഡ്രോ ആയാലും എന്താണ് ഈ പറയുന്നതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഇതിനകത്ത് കോറൽ ഡ്രോ എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കോറൽ ഡ്രോ എന്ന് പറയുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പഠിക്കുക.
ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളും കൂടിയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് വേർഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് MS വേർഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഹെൽപ്സ് ടു കംപ്രസ് ലാർജ് ഫയൽസ് ടു സേവ് സ്പേസ്? അപ്പോൾ നമുക്ക് കയ്യിലുള്ള വലിയ ഫയലുകളെ കംപ്രസ് ചെയ്ത് അതിൻ്റെ ഫയൽ സൈസ് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിസ്ക് ക്ലീനപ്പ്, വിൻസിപ്പ്, ആൻറ്റിവൈറസ്, ഫയൽ എക്സ്പ്ലോറർ. നമുക്ക് ആൻസർ അറിയാം. ഏതാണ്? വിൻസിപ്പ് അല്ലെങ്കിൽ വിൻറാർ എന്ന് പറയുന്നതാണ് നമുക്ക് എന്തിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? കംപ്രഷൻ ടൂളായിട്ടിൻ്റെ എക്സാമ്പിൾ വരുന്നത്. അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് എന്നതുകൂടി എന്ത് ചെയ്യുക, ഇവിടെ നിന്നും പഠിക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് MS Excel? MS Excel എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ, സ്പ്രെഡ്ഷീറ്റ്, വേർഡ് പ്രോസസ്സിംഗ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. നമുക്ക് ഇതിൻ്റെ ആൻസർ അറിയാം അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനും ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് MS Excel എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിക്കും? ഡേറ്റാബേസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കും? MySQL വരുന്നുണ്ട്, SQLite വരുന്നുണ്ട്, പിന്നെ ഏതാ MS Access. ഇവിടെ നിന്നും ഈ ആൻസറും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത്. ഇതുപോലെ കുറേ ഉണ്ട്, പ്രധാനമായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോവുക. ഇത് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർസ് ആണ്. ഡേറ്റാബേസ് എന്ന് പറയുമ്പം ഡേറ്റകൾ എന്ത് ചെയ്യാനാണ്, നമുക്കൊരു പ്രത്യേക ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഇവരൊക്കെയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് MS Excel ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? MS Excel എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും അതിനകത്ത് വരുന്ന ചില അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കമ്പൈലർ, അസംബ്ലർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓരോന്നിൻ്റെയും വായിച്ച് നോക്കുക. അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിനെയാണ് ബൈനറിയിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലെവലിലേക്ക് മാറ്റുന്നത്. കമ്പൈലർ എന്താ ചെയ്യുന്നത്? ഒറ്റ തവണ കൊണ്ട് എന്ത് ചെയ്യുന്നു, വലിയൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ മെഷീൻ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇന്റർപ്രറ്റർ എന്താ ചെയ്യുന്നത്? ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമ്മുടെ എക്സിക്യൂഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻസ് ഒന്നും തന്നെ ശരിയായിട്ടുള്ളതല്ല. ആദ്യത്തെ ഓപ്ഷൻ C മാത്രമാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇന്റർപ്രറ്ററിനുള്ള മാത്രമാണ് ആൻസറായിട്ട് വരുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യുന്നു, മെഷീൻ ലെവലിലേക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർപ്രറ്റർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇന്ന് കവർ ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സോഫ്റ്റ്വെയർസിൻ്റെ ടൈപ്സ് പഠിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചെങ്കിൽ മാത്രം എക്സാമ്പിളുകളും യൂസേജും ഒക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ November 11 ഇന്നാണ് നമുക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഇനി ഏകദേശം ഒരു 3 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, എക്സാമിന് ഡേറ്റ് വരും. അപ്പോൾ അത്രയും സമയം കൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ആ തന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനാലിസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പം നിങ്ങൾ അടുത്ത ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്രയും വേഗം എന്ത് ചെയ്യുക, ഒട്ടും തന്നെ മടിച്ചിരിക്കാതെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെ മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ നോട്ടുകളും എക്സാമുകളും അതേപോലെ തന്നെ വർക്കൗട്ടുകളും ഒക്കെ ചെയ്ത് നമുക്ക് അടുത്ത എക്സാമിന് നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. സോ അപ്പോൾ ഒട്ടും മടിച്ചിരിക്കേണ്ട. അപ്ലൈ ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യുക. അതേപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ കൂടി ചെയ്യുക. താങ്ക്